നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇസ്രയേലിനോടുള്ള യുദ്ധത്തിന് കൂടുതൽ കരുത്തു പകരാൻ ഇറാനൊപ്പം അറബ് രാജ്യങ്ങൾ ചേർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അറബ് രാജ്യങ്ങളുടെ ഇടയിലെ ഒരു കുഞ്ഞു രാജ്യമായ ഇസ്രയേലിന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം പശ്ചിമയിൽ രൂപപ്പെട്ടാൽ എന്താണ് ചെയ്യാനാകുക? കാരണം മറ്റ് പ്രബല ശക്തികളെല്ലാം ഇറാനൊപ്പം ചേരുകയാണെങ്കിൽ ഈ അറബ് രാജ്യങ്ങളിൽ വെച്ച് ഇസ്രയേലിന് എന്ത് ചെയ്യാനാണ് പറ്റുക? നമുക്ക് ഒന്ന് നോക്കാം. ആൾബലം കൂട്ടാൻ ഇറാൻ അറബ് രാജ്യങ്ങളെ സമീപിച്ചിരിക്കുകയാണ്. അറബ് വികാരം ഉൾക്കൊണ്ട് സൗദി അറേബ്യയും ഖത്തറും ഇറാനൊപ്പം ഈ യുദ്ധത്തിൽ നിലയുറപ്പിച്ചാൽ ഇസ്രയേലിന് അടിപതറും എന്നതാണ് മറ്റൊരു വാസ്തവം. ഇത് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും. കാരണം കൂടെയുള്ളത് ഖത്തറും സൗദി അറേബ്യയുമാണ്. അമേരിക്കയും ജർമ്മനിയും ബ്രിട്ടനും ഇസ്രയേലിനോടൊപ്പം ചേർന്ന ഈ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിലെ ശക്തരായ ഖത്തറും സൗദിയും എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന് ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇസ്രയേലിനോടുള്ള ഇറാന്റെ തുറന്ന യുദ്ധപ്രഖ്യാപനം മേഖലയിലെ സ്ഥിതി രൂക്ഷമാക്കിയിട്ടുമുണ്ട്. ഇസ്രയേൽ ഹമാസ് പ്രശ്നം ഹിസ്ബുള്ളയിലേക്കും ലബനിലേക്കും വ്യാപിക്കുകയും ഹമാസ് ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇറാൻ സഹികെട്ട് ഇസ്രയേലിനോട് തിരിച്ചടിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇറാൻ പറയുന്നതും. യുദ്ധത്തിന് താല്പര്യമില്ലെന്നും അതേസമയം തിരിച്ചടി മാത്രമാണെന്നുമായിരുന്നു ഇറാന്റെ പക്ഷം. എന്നാൽ ഇറാൻ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ ലഭിക്കുമെന്നാണ് ഇസ്രയേലിന്റെ പക്ഷം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾ ആരുടെ കൂടെ നിൽക്കും എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. അത് ലോകരാജ്യങ്ങളെല്ലാം സംസാരിക്കുന്ന ഒരു വിഷയവുമാണ്. ഹമാസിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണം ഗാസയിലും ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനിലും നടത്തുന്ന സൈനിക നീക്കങ്ങൾക്കിടെ ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയ പ്രത്യാക്രമണമാണ് ഇപ്പോൾ സ്ഥിതിഗതികളെ രൂക്ഷമായി ബാധിച്ചത്. ഇങ്ങനെ ഒരു പ്രശ്നം ഒരു മഹായുദ്ധത്തിന്റെ കാഹളമാണ് പശ്ചിമേഷ്യയിൽ മുഴക്കിയിരിക്കുന്നത്. ഇറാനെതിരെ ഇസ്രയേലിന്റെ പ്രത്യാക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങൾ. അത് തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുമുണ്ട്. അത് എന്നായിരിക്കും, എങ്ങനെയാണ് സംഭവിക്കുക എന്നതാണ് അടുത്ത ചോദ്യം. പ്രത്യക്ഷ ആക്രമണത്തിന് മുതിർന്നില്ലെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണ വ്യവസായങ്ങളെയും ഇസ്രായേൽ ലക്ഷ്യമിട്ടേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അത് വലിയ കാര്യമാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് സാമ്പത്തിക സ്രോതസ്സാണ് അവിടുത്തെ എണ്ണ. മാത്രമല്ല അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി എന്നിങ്ങനെ വൻ ശക്തികൾ ഈ യുദ്ധത്തിൽ ഇസ്രയേലിനോടൊപ്പം അണിനിരക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഒരു ചേരി തിരിഞ്ഞൊരു യുദ്ധമാകുന്നത് ഇവിടെ. ഇസ്രയേലിനെതിരെ കൂടുതൽ അറബ് രാജ്യങ്ങളുടെ പിന്തുണ നേടി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഖത്തറിലെത്തിയിട്ടുണ്ട്. ദോഹയിൽ നടക്കുന്ന ഏഷ്യ കോ ഓപ്പറേഷൻ ഡയലോഗ് സമിറ്റിനെത്തിയ അദ്ദേഹം ഖത്തർ ഭരണാധികാരിയായ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ചർച്ചയും നടത്തി. ഖത്തറുമായിട്ട് ഇറാന് നല്ല ബന്ധമാണുള്ളത്. പശ്ചിമേഷ്യയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് ഖത്തർ ഭരണാധികാരി ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസ മുനമ്പിലെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. ജനങ്ങളെ അവിടെ നിന്നും ഒഴിഞ്ഞു പോകാൻ പ്രേരിപ്പിക്കുകയാണ്. ലബനനിൽ നടക്കുന്ന വ്യോമാക്രമണം അപലപിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സാഹചര്യത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇസ്രയേലിനോട് കടുത്ത അസംതൃപ്തി ഖത്തറിനുണ്ട് എന്ന കാര്യം. എന്നാൽ ഗസയിൽ വംശഹത്യ നടത്തുകയാണെന്ന ആരോപണം ഇസ്രയേൽ നിഷേധിക്കുകയാണ് ചെയ്തത്. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ച് ഇതൊരു വിശുദ്ധ യുദ്ധമാണ്. പക്ഷേ ബാക്കി രാജ്യങ്ങളെ സംബന്ധിച്ച് ഇതൊരു വിശുദ്ധ യുദ്ധമല്ല. കാരണം കുറേ മനുഷ്യർ ഇതിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളെയൊക്കെയാണ് ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുമ്പോഴാണ് യുദ്ധത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇറാന്റെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഇസ്രയേൽ ജൂതരാഷ്ട്രത്തിനെതിരെയും ഇറാന്റെ യുദ്ധപ്രഖ്യാപനത്തെ വളരെ ഗൗരവപരമായി കാണും എന്നാണ് സൂചന. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് ബെഞ്ചമിൻ നെതന്യാഹു അങ്ങനെ ഒരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ സന്ദേശത്തിൽ ഇറാൻ ഇതിന് തക്ക മറുപടി കിട്ടുമെന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇറാനും ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി ഇറാൻ സജീവമാകുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാന് പ്രതിരോധിക്കാൻ കൂടുതൽ ശക്തി വേണം. അതിനാണ് അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് അവരിൽ നിന്നും കൂടുതൽ സഹായങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇസ്രയേലിനെതിരെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ ഇറാന് സാധിക്കും. ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ ബാക്കി പത്രമായി പശ്ചിമേഷ്യയുടെ ആകെ നിയന്ത്രണം ഇസ്രയേലിന്റെ കയ്യിലായാലുള്ള അപകടം ചൂണ്ടിക്കാട്ടി അറബ് ലോകത്തിന്റെ ആകെ പിന്തുണ ഉറപ്പാക്കാനാണ് ഇറാന്റെ ശ്രമം നടക്കുന്നത്. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്തി അമേരിക്കയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇറാൻ ഇതിലൂടെ പദ്ധതിയിടുന്നത്. ഷിയ സുന്നി ആശയധാരകളുടെ പേരിൽ എന്നും വിഘടിച്ചു നിൽക്കുന്നവരാണ് അറബ് രാജ്യങ്ങൾ. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇറാൻ ഒരു വശത്തും സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും മറുവശത്തുമാണ് നിലയുറപ്പിക്കാറുള്ളത്.
മിഡിൽ ഈസ്റ്റിൽ വലിയ ശക്തിയായി നിലനിൽക്കുന്ന സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി തങ്ങളുടെ ശത്രുപക്ഷത്തുള്ള രാജ്യമാണ് ഇറാൻ എന്നതാണ് ശ്രദ്ധേയം. കാരണം വർഷങ്ങളായി ഇറാനും സൗദിയുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു മാറ്റം വന്നത് അടുത്ത കാലത്താണ്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ പ്രബല ശക്തിയും ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിലെ ശക്തന്മാരുമായ ഖത്തറും ഇറാന് വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന് വേണ്ട എല്ലാ സഹായം ചെയ്തു നൽകുമെന്ന് ഉറപ്പുമാണ്. ഈ ബന്ധമാണ് ഖത്തർ ഉപരോധത്തിന് പോലും കാരണമായതെന്ന് ഓർക്കണം. കാരണം ഖത്തറും ഇറാനുമായിട്ട് വളരെ നല്ല ഒരു ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. ഖത്തർ ഉപരോധ സമയത്ത് പോലും ഖത്തറിന് വേണ്ട എല്ലാ സഹായം ചെയ്ത രാജ്യം കൂടിയാണ് ഇറാൻ. അപ്പം ഇറാനെ പിന്തുണയ്ക്കുക എന്നത് ഖത്തറിന്റെ ധാർമ്മികത കൂടിയാണ്. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായിട്ടാണ് ഗൾഫ് രാജ്യങ്ങൾ കാണുന്നത് എന്നത് സത്യമാണ്. എന്നാൽ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം എന്ന ആശയത്തിൽ എല്ലാവരും ഒരുപോലെ അണിനിരക്കുന്നുമുണ്ട്. അതായത് ഇസ്രയേൽ നിലപാടിന്റെ എതിർചേരിയിൽ ഈ സാഹചര്യമാണ് ഇറാൻ ലക്ഷ്യമിടുന്നതും. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായതിനു പിന്നാലെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത് GCCയിൽ ഉൾപ്പെട്ട ഖത്തറായിരുന്നു. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെയാണ് ഖത്തറുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ ഇസ്രയേൽ വധിച്ചുവെന്ന വാർത്ത പുറത്തു വരുന്നത്. ഇതോടെ ഖത്തറും ഇസ്രയേലിന് മേലുള്ള ശത്രുത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയ്ക്കെതിരെ എന്ന പേരിൽ ഇസ്രയേൽ ഇപ്പോൾ ലെബനനിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നടത്തുന്ന ആക്രമണങ്ങളിലും സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എതിർപ്പുണ്ട്. ദിവസങ്ങളോളം ഇസ്രയേലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒടുവിൽ പരസ്യമായി ഇസ്രയേലിനെ വിമർശിച്ചെത്തിയ രാജ്യം കൂടിയാണ് സൗദി അറേബ്യ. അതേസമയം ഇറാൻ ഇസ്രയേലെ ആക്രമിച്ചത് GCC രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇറാന്റെ ആണവ എണ്ണ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ആക്രമിക്കുമെന്ന സൂചനകൾ അറബ് ലോകത്തെ ഒന്നാകെ പേടിപ്പിച്ചിട്ടുമുണ്ട്. പശ്ചിമേഷ്യ ആകെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണോ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും അറബ് ലോകത്തിനുണ്ട്. ഈ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെയുള്ള ഇറാന്റെ യുദ്ധത്തിൽ അണിനിരക്കാനുള്ള സാധ്യത ഏറെയാണ്. ഖത്തറിലെത്തിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സൗദിയുടെ വിദേശകാര്യ മന്ത്രിയുമായും ഖത്തർ അമീറുമായും നിലവിലെ സാഹചര്യം ചർച്ച ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. സമാധാനത്തിന്റെ പാത സ്വീകരിക്കാനാണ് ഇറാൻ ശ്രമിച്ചതെങ്കിലും ഇസ്രയേൽ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നാണ് പെസഷ്കിയാന്റെ വാദം. 2 തവണ പരസ്യമായിട്ട് ഇദ്ദേഹം ഇതേ വാദം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതായത് യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. ഗൾഫ് മേഖലയിലെ നിർണായക ശക്തികളായ സൗദി അറേബ്യയുമായും ഖത്തറുമായി നിലവിൽ നല്ല ബന്ധത്തിലാണ് ഇറാനുള്ളത്. ഇറാൻ സൗദി തർക്കങ്ങൾ 2023 ചർച്ചയിലൂടെ പരിഹരിച്ചിട്ടുണ്ട്. 11 വർഷങ്ങൾക്കു ശേഷം മക്കയിലേക്കും മദീനയിലേക്കും ഇറാനിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സൗദി അനുമതി നൽകിയതും ഈ ചർച്ചകൾക്ക് ശേഷമായിരുന്നു. ഇറാനുമായും നല്ല ബന്ധം നിലനിർത്തുന്ന യമൻ അതിർത്തികളിൽ നിന്നുള്ള ഹൂതി ആക്രമണം തടയാൻ സഹായിക്കുമെന്നും മേഖലയിൽ ഇറാൻ ഇല്ലാതാകുന്നതോടെ അറബ് മേഖലയിൽ ഇസ്രായേലിന്റെ അപ്രമാദിത്വം വർദ്ധിപ്പിക്കുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. ഈ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇറാനൊപ്പം ചേരുക എന്നതാണ് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. എന്നാൽ നിലവിൽ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ വ്യാപാര മേഖലയിൽ മികച്ച ബന്ധം ഇസ്രയേലിനോട് പുലർത്തുന്നവരാണ്. അടുത്തിടെയാണ് വ്യാപാര ബന്ധങ്ങൾ ഇസ്രയേലുമായി പുതുക്കിയത് പോലും. അതേസമയം തന്നെ ഫലസ്തീൻ രാഷ്ട്രം എന്ന പരിഹാരത്തിന് അംഗീകാരം നൽകാതെ ഇസ്രയേലുമായി ഗുണപരമായ ബന്ധത്തിൽ ഇല്ല എന്ന നിലപാടാണ് സൗദി അറേബ്യയ്ക്കുണ്ടായിരുന്നത്. സൗദി അറേബ്യയുമായിട്ട് ഇസ്രയേലിന് നല്ല ബന്ധമായിരുന്നില്ല. പക്ഷേ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ചർച്ചകളിലൂടെ, അതായത് അമേരിക്കയൊക്കെ ഇടപെട്ടിട്ട് ചർച്ചകളിലൂടെയാണ് ഇവർ തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനിടെയാണ് ഫലസ്തീൻ സംഘർഷം രൂക്ഷമാവുകയും ഹമാസ് ഹിസ്ബുള്ള തർക്കമൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ സൗദി ഇപ്പോൾ ഇസ്രായേലിനോട് കുറച്ച് ഇടഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഇറാന്റെ സ്വാധീനം കുറയുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പശ്ചിമയിലുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. അതിൽ പ്രധാനി നമ്മുടെ ഇറാഖാണ്. ടെഹ്റാൻ അശക്തമായാൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഷിയാ സംഘടനകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്ന ചിന്തയിലാണ് ഇറാഖ് പ്രധാനമന്ത്രിയായ മുഹമ്മദ് ഷിയ അൽ സുഡാനി കഴിയുന്നത് പോലും. ഇറാനും ഹിസ്ബുള്ളയും തകർന്നാൽ ലെബനനിൽ സ്വാധീനം കൂട്ടാമെന്നാണ് ബാഷർ അൽ അസദിന്റെ കണക്കുകൂട്ടൽ എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാത്രവുമല്ല, ജോർദാനും ബഹ്റിനും കുവൈറ്റിനും ഇറാനുമായി പ്രശ്നങ്ങളുണ്ട്. മുസ്ലിം ബ്രദർഹുഡ് പിന്തുണയുള്ള സംഘങ്ങളെ രാജ്യത്തിളക്കിവിടാൻ ഇറാൻ ശ്രമിക്കുന്നുവെന്നാണ് ജോർദാന്റെ പരാതി. 2020 മുതൽ ഇസ്രയേലുമായി നല്ല ബന്ധത്തിലായ ബഹ്റിൻ ഇറാൻ അനുകൂല ങ്ങൾക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. കുവൈറ്റ് എണ്ണപ്പാടത്തിന്റെ കാര്യത്തിൽ ഇറാനുമായി തർക്കത്തിലാണ് ഇവർ. ഇതൊക്കെ കൊണ്ട് തന്നെ നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ഒറ്റ തീരുമാനത്തിലെത്താൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും സൗദി അറേബ്യയും ഖത്തറും വിചാരിച്ചാൽ ഇസ്രയേലിനെതിരെ അറബ് ഒരുമ സാധ്യമാകുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ സൗദിയിലും ഖത്തറിലും ഇസ്ലാം ബ്രദർഹുഡ് എന്ന തന്ത്രം പയറ്റുകയാണ് ഇറാൻ. ഇരു രാജ്യങ്ങൾക്കും ഫലസ്തീൻ രാഷ്ട്രത്തോടുള്ള സമീപനം ഈ വിഷയത്തിൽ മുതലെടുക്കാൻ സാധിക്കുകയും ചെയ്താൽ ഇറാനൊപ്പം അണിചേരാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകുമെന്ന് തന്നെയാണ് ഇറാന്റെ പ്രതീക്ഷ. അറബ് ലോകം എന്ന ചട്ടക്കൂട്ടിൽ നിന്നും എന്നും ഇസ്രയേൽ പുറത്താണ്. ഈ വിദ്വേഷത്തെ ഒന്ന് പൊടി തട്ടിയെടുത്താൽ ഇസ്രയേലിനുള്ള ഇറാന്റെ യുദ്ധത്തിന് ഇരു രാജ്യങ്ങളും സൈനികപരമായും സാമ്പത്തികപരമായും സഹായിക്കാനാകുമെന്ന് ഇറാന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇങ്ങനെ ഒരു തന്ത്രം പയറ്റുന്നത്. മാത്രമല്ല, അറബ് രാജ്യങ്ങളെല്ലാം ഇറാനോടൊപ്പം അണിചേരുന്ന പക്ഷം ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്താൻ അമേരിക്ക നിർബന്ധിതമാകുമെന്നാണ് ഇറാൻ കണക്കുകൂട്ടുന്നത്.
പറയുന്നത്. കാരണം ഇറാൻ അപ്പോഴേക്കും വലിയൊരു ശക്തിയായി മാറി. അത് കണക്കാക്കി തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് സ്വീകാര്യനായ മിതവാദിയായ പ്രധാനമന്ത്രി പെസഷ്കിയാനെ ഇറാൻ പരമോന്നത നേതൃത്വം ചർച്ചകൾക്ക് നിയോഗിച്ചതെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ഇസ്രയേലിനെതിരെ ഇറാൻ ആയുധമെടുക്കുന്നത്. പക്ഷെ ഒരു കാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയൊരു സൗഹൃദത്തിന്റെ ഒരു കഥ കൂടിയുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയി മറിഞ്ഞിട്ട് ഒരുപാട് കാലങ്ങളായി എന്ന് മാത്രം. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്രയേലിനെതിരെ ആദ്യമായ ഒരു മിസൈൽ ആക്രമണം ഇറാൻ നടത്തുന്നത് 2024 ഏപ്രിൽ 14 ഏപ്രിൽ 1 ഇറാന്റെ ഡമാസ്കിലെ എംബസി ആക്രമിച്ച് ഉന്നത സൈനിക നേതാവ് ജനറൽ മുഹമ്മദ് റസ സഹേദിയെ വധിച്ചതിന് പകരമായിരുന്നു ഇറാന്റെ ആദ്യത്തെ ആക്രമണം. എന്നാൽ അതൊരു അപ്രതീക്ഷിത ആക്രമണമായിരുന്നില്ല. ആക്രമണം സംബന്ധിച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിവരങ്ങൾ അമേരിക്കയ്ക്കും അതുവഴി ഇസ്രയേലിനും ഇറാൻ കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി ആവശ്യത്തിന് സമയം ഇസ്രയേലിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് അങ്ങനെയായിരുന്നില്ല, അപ്രതീക്ഷിതമായിരുന്നു. കുറച്ച് സമയം മുമ്പാണ് അമേരിക്ക പോലും ഈ വിഷയങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ഒരു പ്രതിരോധം അവർക്ക് നടത്താൻ കഴിഞ്ഞോ എന്ന ചോദ്യം പ്രസക്തമാണ്. പ്രതിരോധിച്ചു എന്ന് ഇസ്രയേൽ പറയുമ്പോൾ പോലും അത്ര ഒരു സമയപരിമിതിക്കുള്ളിൽ വലിയൊരു പ്രതിരോധം നടത്താനുള്ള സാധ്യത വളരെ കുറവാണല്ലോ. കൂടാതെ ലക്ഷ്യം വെച്ച പ്രദേശങ്ങൾ നെഗേവ് മരുഭൂമിയുടെ ഒരു ഇസ്രയേലി സൈനിക താവളം മാത്രമായിരുന്നു അന്നത്തെ യുദ്ധത്തിൽ. അതായത് ഒരു തുറന്ന യുദ്ധത്തിലേക്കുള്ള ക്ഷണമായിരുന്നില്ല ഏപ്രിൽ 14 ആക്രമണമെന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ഇനി എന്താകും പശ്ചിമേഷ്യയുടെ ഭാവി എന്നത് ഇസ്രയേലിന്റെ തിരിച്ചറിയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിശ്ചയിക്കപ്പെടുക. പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഇറാന്റെ അതിർത്തിക്കുള്ളിൽ ആക്രമണം നടത്താനൊരു അവസരമായിട്ടാണ് നെതന്യാഹു ഇതിനെ കാണുക. കാരണം അതിലൂടെ ഇറാന്റെ എല്ലാവിധ ആണവശേഷിയെയും നശിപ്പിക്കുകയാണ് ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിന് വീണ് കിട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ അവസരത്തെ നെതന്യാഹു വിട്ടുകളയാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ കരുതിയിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ കടുത്ത നടപടിക്ക് സജ്ജമാണെന്ന് ഇറാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എണ്ണ കേന്ദ്രങ്ങളെയും മറ്റും ആക്രമിക്കാൻ സാധ്യത കുറവാണെന്നാണ് അമേരിക്കയുടെ വാദം. ഇറാൻ ഇസ്രയേൽ സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുമ്പോൾ ഡൽഹിയിൽ തയ്യാറാകുന്നത് പ്രവാസികളായ പൗരന്മാരെ സുരക്ഷിതരാക്കാനുള്ള പദ്ധതികളാണ് ഇന്ത്യ. കാരണം ഇസ്രയേലിലും ഇറാനിലും ഒക്കെ നമ്മുടെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നതാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ സംബന്ധിച്ച് പ്രധാന ലക്ഷ്യം. ഇന്ത്യ മധ്യസ്ഥത വഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സുകളൊന്നും ഇതിനെക്കുറിച്ച് ലഭ്യമല്ല. ഒരു പക്ഷേ ഇന്ത്യക്ക് ഇതിൽ ഇടപെട്ടിട്ട് മധ്യസ്ഥത വഹിക്കാൻ സാധിച്ചാൽ ഒരു പക്ഷേ ഇസ്രയേൽ ഇറാൻ തർക്കം പരിഹരിക്കപ്പെടുമോ എന്നത് സംശയമാണ്. പക്ഷേ ഇറാൻ ഇസ്രയേൽ ഇപ്പോഴുള്ള വലിയ യുദ്ധത്തിന് ഒന്ന് മാറ്റി നിർത്താൻ സാധിക്കുമെന്നതാണ് ലോകരാജ്യങ്ങൾ പറയുന്നത്. എന്തുതന്നെയായാലും പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും എത്താം. മറ്റൊരു വാർത്തയും വിശകലനവുമായി എത്താം. അപ്പോൾ നന്ദി.